ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റി ആക്കൂ. ബിനോയ് വിശ്വം MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് 85 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊണ്ടോട്ടി നഗരസഭ കോട്ടാശ്ശേരി ഹോമിയോ ആശുപത്രിക്കായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം TV ഇബ്രാഹിം MLA നിർവഹിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കുഗ്രാമത്തിൽ ഇതുപോലെയുള്ള ഒരു ജനവിഭാഗത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ, അതും കേരളത്തിലെ നമുക്കെല്ലാവർക്കും അറിയാം, ചികിത്സാ രംഗത്ത് നമ്മളെല്ലാവരും വലിയ ദോഷമില്ല എന്നൊക്കെ നമ്മളൊക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു ചികിത്സാ മേഖലയാണ് ഹോമിയോ എന്ന് പറയുന്നത്. ആ ഹോമിയോ ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, കൃത്യമായ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഇവിടെ വന്നത്. യാദൃച്ഛികമായി സംഭവിച്ചതല്ല, ആരെങ്കിലും വന്നപ്പോൾ ഒരു ഫണ്ട് കൊടുക്കാം എന്നുള്ള നിലക്ക് കൊടുത്തതുമല്ല. കൃത്യമായ കാഴ്ചപ്പാട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഫണ്ട് നൽകിയത് എന്നും അറിയാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. ഞാൻ അദ്ദേഹത്തോടുള്ള ആദരവ് എനിക്ക് വർദ്ധിപ്പിക്കുകയാണ്. കേരളത്തിലെ സാത്വികനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ബഹുമാന്യനായ ശ്രീ ബിനോയ് വിശ്വം. ആ കൂട്ടത്തിൽ അദ്ദേഹം ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സംസാരം പോലും നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ബിനോയ് വിശ്വം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ നിദ ഷഹീർ അധ്യക്ഷത വഹിച്ചു. 2012 നെടിയിരുപ്പ് കോട്ടാശ്ശേരിയിൽ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിച്ചത്. കൂടുതൽ സൗകര്യങ്ങളോടെ 3 നില കെട്ടിടമാണ് പുതുതായി നിർമ്മിച്ചിരിക്കുന്നത്. വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ CT ഫാത്തിമത്ത് സുഹ്റാബി, സിനിമോൾ A മുഹീദ്ദീൻ അലി, KP ഫിറോസ്, റംല കൊടവണ്ടി, ഡോക്ടർ നസാത്ത്, കൗൺസിലർമാർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.